ശിവായ. ക്ഷേത്രരഹസ്യം എന്ന വിഷയം നമ്മൾ എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ളൊരു വിഷയമാണ്. കാര്യം ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് ജീവിക്കാത്തവരായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ശക്തി രഹസ്യം നാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഭാവി തലമുറ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബോധമുള്ളവരായിരിക്കണം. കാരണം ഈ ഒരു ക്ഷേത്ര സംവിധാനം നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒരിക്കലും വിട്ടുകളയാത്ത ഒരു മേഖലയായിരിക്കണം നമ്മുടെ ക്ഷേത്ര സംവിധാനം. അപ്പോൾ ഭാവി തലമുറയ്ക്ക് നമുക്കതിനെക്കുറിച്ച് അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അനിവാര്യമായിട്ടുള്ള കർത്തവ്യമാണ്. കാര്യം ഇന്നത്തെ കാലത്ത് ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചും അതുപോലെ ദേവസങ്കല്പത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാലഘട്ടം, അതുപോലെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ അർത്ഥം ഉണ്ട്. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത്, അതായത് സർവ പരിക്കുകളിൽ നിന്നും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല തരത്തിലുള്ള സർവ്വവിധത്തിലുള്ള പരിക്കുകളിൽ നിന്ന്, ക്ഷതത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതെന്തോ അതാണ് ക്ഷേത്രം. അത്രയധികം മഹത്തരമായ പ്രാധാന്യം നൽകുന്നു നമുക്ക് ക്ഷേത്രം. അപ്പോൾ ആ ഒരു ക്ഷേത്ര സങ്കേതത്തിൽ നമ്മൾ നിത്യേന പോയി ആരാധന നടത്തുന്നതോടുകൂടി നമ്മളിലുണ്ടാകുന്ന ശാരീരികവും മാനസികവും പ്രാണപരവും അതുപോലെ ബുദ്ധിപരവും അതുപോലെ ആത്മീയവും തരത്തിലുള്ള സകല മേഖലകളിൽ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ക്ഷതങ്ങൾ, പരിക്കുകൾ, ആ ക്ഷേത്ര ഉപാസനയിലൂടെ നമുക്ക് ആ പരിക്കുകളെ നമുക്ക് തരണം ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ളൊരു കേന്ദ്രമാണ് ക്ഷേത്രം. അങ്ങനെ നമ്മളെ സർവ്വ പരിക്കുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് അതിന് സാധിക്കുന്നു, എങ്ങനെ അതിന് സാധിക്കുന്നു, അപ്പോൾ എത്തരത്തിലുള്ള ശക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പോൾ സർവ്വ ക്ഷതങ്ങളിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യുന്ന വലിയൊരു ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹവും കൂടാതെ വലിയൊരു ഒരു ഔഷധം തന്നെയാണ് നമ്മുടെ ഈ ക്ഷേത്ര സങ്കേതങ്ങൾ. നമ്മുടെ ഭാരതത്തിൽ അതുപോലെ നമ്മളെ ഹിന്ദുക്കൾക്ക് ഇന്ന് എന്ത് സംവിധാനമാണ് ഉള്ളത് എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് ക്ഷേത്ര സംവിധാനം വളരെ വർഷങ്ങൾക്ക് മുമ്പേ ക്ഷേത്ര സംവിധാനം നിലനിൽക്കുന്നുണ്ട്. യാതൊരു കേടും കൂടാതെ ക്ഷേത്ര സംവിധാനം നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. കാര്യം ലോകത്തിൽ എവിടെയും ഇത്രയും വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ആചാര പദ്ധതി, ഒരു സംവിധാനം, ഒരു മത സംവിധാനം എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് തീർച്ചയാണ്. കാരണം നമുക്കിന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുള്ള വിവരങ്ങൾ കിട്ടാനുള്ള സാഹചര്യം നമുക്കുണ്ട്. കാരണം എല്ലാ ദിവസവും നിത്യേന നിയമേന കൃത്യമായി രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കും ഇത്ര കൃത്യമായി ഈശ്വരാരാധന, ഒരു ദേവ സംവിധാനം നടക്കുന്ന വേറൊരു സംവിധാനം നമുക്ക് കാണാൻ വളരെ വളരെ വിരളമായിരിക്കും. അതുകൊണ്ട് നമുക്കാണ് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവാത്തത്. നമ്മളൊക്കെ പറയും മറ്റു മതങ്ങൾക്ക് എല്ലാതും ഉണ്ട്, നമുക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴും നമുക്ക് എന്തുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും തിരിച്ചറിയണം. അപ്പോൾ ക്ഷേത്രം മാത്രം നമ്മൾക്ക് തിരിച്ചറിയാം, നമ്മളത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലായി ഇത്രയധികം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മറ്റാർക്കുണ്ട്. മറ്റുള്ളവരതൊക്കെ ആഴ്ചയിലും മാസത്തിലും പലതരത്തിലും പ്രവർത്തിക്കുമ്പോൾ നിത്യേന നിയമേന കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ആ ക്ഷേത്ര സംവിധാനമാണ്. അപ്പോൾ ആ ക്ഷേത്ര സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഗുണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കാനും അതുപോലെ അതിന് നമുക്ക് ആനന്ദം കണ്ടെത്തുവാനും നമുക്ക് സാധിക്കും. ഒരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്തൊരു മേഖലയാണ് നമ്മുടെ ക്ഷേത്ര സംവിധാനം. അത് ഏത് തരത്തിലുള്ള ചിന്താഗതിക്കാരായാലും ഏത് തരത്തിലുള്ള ആരാധനാ പദ്ധതി ഉള്ള ആളുകളായാലും ആ ഒരു ക്ഷേത്ര സംവിധാനത്തിലുള്ള ആ ഒരു ശക്തി അത് നമുക്ക് വേറെ എവിടെയും നമുക്കിന്ന് ഈ ഭൂമിയിൽ കിട്ടാൻ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ ഭാരതം പുണ്യഭൂമി എന്ന് പറയുന്നത്, ആ പുണ്യഭൂമി എന്ന് പറയുന്നത് മോക്ഷഭൂമി എന്ന് പറയുന്നതും കർമ്മഭൂമി എന്നൊക്കെ പറയുന്നതിന് കാരണം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും പുണ്യസ്ഥാനങ്ങളും ആണ്.
അതിനുള്ളൊരു പ്രധാന കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ക്ഷേത്ര ശക്തി രഹസ്യം എന്ന വിഷയത്തിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക, നിങ്ങളിത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളെ ഈ ക്ഷേത്ര ശക്തി രഹസ്യം എന്ന വിഷയത്തിലേക്കും വളരെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്.